അതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഹെൽത്ത് കെയർ മേഖലയിൽ കോവിഡ് വന്ന സമയത്ത് കൂടുതൽ ആൾക്കാർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനോ ചികിത്സ തേടാനോ ഒന്നും പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഡോക്ടർമാരെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം കോവിഡ് ആണ്, അവർ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവരൊരു പുതിയൊരു ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സ്റേ ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും കോവിഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒരു പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം. അത് ഒരു ഏകദേശം ഒരു 95% ഒക്കെ അക്യുറേറ്റ് ആണെന്ന് അവർ പറഞ്ഞിരുന്നു. കുറെ ആൾക്കാർ അത് അതിലൂടെ കോവിഡ് ആണെന്ന് മനസ്സിലാക്കുകയും കോവിഡ് അല്ല എന്നൊക്കെ പിന്നീട് അവർ ടെസ്റ്റിലൂടെ ഇത് ചെയ്തിട്ട് നേരെ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഏകദേശം ഒരു അക്യുറസി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റും? അല്ല, ഇതിപ്പോ നമ്മൾ എന്ത് കോറിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും, ഉദാഹരണത്തിന് നമ്മൾ ഒരു വസ്തു അതിന്റെ 10 കോപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതില് ഒരെണ്ണം വ്യത്യാസമുണ്ട്. അത് നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യുക? നമ്മുടെ ബ്രെയിൻ എങ്ങനെ കമ്പയർ ചെയ്യുക? ഒറിജിനൽ ഏതാണോ അതെടുത്തിട്ട് ബാക്കിയെല്ലാം കമ്പയർ ചെയ്യും. നമ്മൾ പഴയതിനോട് കമ്പയർ ചെയ്തിട്ടാണ്. കറക്റ്റ്. ഈ പഴയതിനോട് കമ്പയർ ചെയ്യുന്ന മാതിരി തന്നെ ഈ വസ്തു എന്ന് പറഞ്ഞതിന് ബദലായിട്ട് ഒരു ഹെൽത്തി ലങ്സിന്റെ എക്സ്റേ സിസ്റ്റത്തിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ നീ അപ്ലോഡ് ചെയ്യുന്ന ഒരു പിക്ചറാണ്. ആ പിക്ചർ എക്സ്റേന്ന് എടുത്ത പിക്ചറാണ്. എക്സ്റേ എടുത്തിട്ട് അതിന്റെ ഫിലിം വരില്ലേ, ആ ഫിലിമിന്റെ ഒരു പിക്ചറാണ് എടുത്തിട്ട് ഈ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് അതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് കമ്പയർ ചെയ്യുന്നത് ഹെൽത്തി ലങ്ങിന്റെ ഫോട്ടോയും ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളത് കമ്പ്യൂട്ടർ അൽഗോരിതത്തിന് മനസ്സിലായി. അത് മനസ്സിലായതിനു ശേഷം അതെന്താ ചെയ്യുക? കോവിഡ് ബാധിച്ച ലങ്സിന്റെ പിക്ചേഴ്സ് ഉണ്ടാവും, അത് വെച്ചിട്ട് വീണ്ടും കമ്പയർ ചെയ്യും. ഇതാണോ അല്ലേ എന്നുള്ളത് അറിയാൻ. പറയുന്നത് 20,000 ഇതുപോലെ എക്സ്റേസ് അവർ യൂസ് കേസ് ആയിട്ട് ഇതിലൂടെ ചെയ്തിട്ട്. അല്ല, ഇപ്പൊ അതൊക്കെയാണെന്ന് പറഞ്ഞാലും അതൊരു ഓട്ടോമേറ്റഡ് പ്രോസസ് അല്ലെന്നും. കാരണം ആൾക്കാരുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതായതുകൊണ്ടും പിന്നെ ഒരു കൺവെൻഷണൽ മെഡിസിന് കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്തിട്ട് മരുന്ന് പറഞ്ഞു തന്നതും പോകാനുള്ള മടി കൊണ്ട് ആൾക്കാർ ഇന്നും ഒരു ഫൈനൽ ഒപ്പീനിയൻ ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ കാലക്രമേണ ആ ഒരു ലെവലിലേക്ക് എത്തുമായിരിക്കും. അത് നല്ലതാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ഇതുപോലത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ തന്നെ ഈ ഒരു ഇതുപോലത്തെ നല്ലൊരു മെച്ചൂരിറ്റി ആയിട്ട് നല്ലൊരു അക്യുറേറ്റ് സിസ്റ്റം ആണെങ്കിൽ പല ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റും. എല്ലാ ലോകത്തിലെവിടെയും ഉപയോഗിക്കാം. ദാറ്റ് ഈസ് റൈറ്റ്. അത് കൂടാണ്ട് തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വിഷനാണ്. കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ക്യാൻ സീ ആൻഡ് ഇന്റർപ്രറ്റ്. എന്താണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഗൂഗിളിൽ ഫോട്ടോസ് ചെയ്ത് കഴിയുമ്പോൾ ഫേസ് ഡിറ്റക്ട് ചെയ്യും, അല്ലെ? ഇതൊരു മനുഷ്യരാണ്, ഇതൊരു പൂച്ചയാണ്, ഇതൊരു പട്ടിയാണ്, ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ ഐഫോണിൽ തന്നെ. ഇപ്പൊ നമുക്ക് ഓരോ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് ഗാലറിയിൽ മൊത്തം. അതെ. അപ്പൊ അത് ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഈ കമ്പ്യൂട്ടർ വിഷൻ അൽഗോരിതത്തിനെ ട്രെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഇറ്റ് ക്യാൻ ഐഡന്റിഫൈ. അപ്പോൾ ആ ടെക്നോളജിയാണ് അതിന് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനേക്കാളിലൊക്കെ വളരെ വിശാലമായ യൂസ് കേസസ് ഹെൽത്ത് കെയറിലുണ്ട്. ഫോർ എക്സാമ്പിൾ, കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കൊല്ലത്തിൽ വാക്സിൻ വന്നു. പല പല കമ്പനികളുടെ വന്നു. അതൊരു കമ്പനീനെ മാത്രം പ്രതിപാദിക്കുന്നതല്ല, ഒരു 4-5 ലോകോത്തര കമ്പനികളിൽ നിന്നും വാക്സിൻ വന്നു. ഈ വാക്സിൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇന്റർനാഷണൽ ട്രാവലിന് വാക്സിനേഷൻ മസ്റ്റ് ആയിരുന്നു. ചില കസ്റ്റമർ സൈറ്റുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ മസ്റ്റ് ആയിരുന്നു. യുവിനെ സംബന്ധിച്ച് 3 ദിവസം കൂടുമ്പോൾ. അതെ. അപ്പോൾ നമ്മള് ഈ വാക്സിൻ ആദ്യത്തെ കൊല്ലം വന്നത് എഫക്റ്റീവ് ആവില്ല എന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. കാരണം ഇതിന്റെ വേരിയൻസിനെ പറ്റിയിട്ടുള്ള ഫുൾ സ്റ്റഡി ചെയ്യാതെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു സിംഗിൾ വാക്സിൻ ഫോർ ഓൾ വേരിയൻസ് ഓഫ് കോവിഡ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെയാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് ഈ വാക്സിനേഷൻ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടവരുണ്ടോ മരിച്ചവരുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. വാക്സിനേഷൻ എടുത്തിട്ടും കോവിഡ് ബാധിച്ച ആൾക്കാരുണ്ട്, അതിന്റെ എഫക്ട്സ് ഭീകരമായിട്ട് വേറെ രീതിയിൽ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം ഞാനിത് പ്രതിപാദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ,
ഒരു ഡ്രഗ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് ടൈം ഉം. ഈസ് ഓഫ് എസൻസ്. ആ ടൈം എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പിൾ കളക്ട് ചെയ്യാനും ആ സാമ്പിളിനെ പറ്റി പഠിക്കാനും അതിൻ്റെ റിപ്പോർട്ട്സ് ബേസ് ചെയ്തിട്ട് മറ്റൊരു സാമ്പിളിനെ കമ്പയർ ചെയ്യാനും ഇങ്ങനത്തെ ഒരു പ്രോസസ്സാണ് അതിനുള്ളത്. റദർ ഇറ്റ് ഈസ് എ റിസർച്ച്. റിസർച്ചിനും 3 to 5 years വേണം ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ. അതെ. അപ്പം ഇത് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഇങ്ങനത്തെ കേസുകളിൽ AI ക്യാൻ ആക്ച്വലി ഇൻവോൾവ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെഡിക്കൽ അൽഗോരിതം ഉണ്ട്, മെഡിസിൻ ഫാർമക്കോളജി നോളജ് ഉള്ള അൽഗോരിതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ഡിസ്കവറിങ് മെഡിസിൻസ് മച്ച് മോർ ഫാസ്റ്റർ. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനും പെർമിറ്റേഷൻസും ഒക്കെ ഈ അൽഗോരിതത്തിന് മനുഷ്യനേക്കാളും 100 മടങ്ങ് സ്പീഡിൽ, അതെ 100 മടങ്ങ് സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് മനുഷ്യന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസറിന് എത്ര വകഭേദം ഉണ്ടെന്നുള്ളത് പോലും ഇന്ന് നമുക്ക് തീരുമാനമില്ല. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ ഒരു വാക്സിൻ, അല്ലെങ്കിൽ ഓരോ ക്യാൻസർ വേരിയന്റിനും ഓരോ വാക്സിൻ എന്നുള്ളത് ഓൾമോസ്റ്റ് ഒരു നൂറ്റാണ്ടായിട്ടുള്ള ഗവേഷണമാണ്. അതെവിടെ എത്തിയിട്ടില്ല. അതിൽ ഭൂരിഭാഗം പങ്കും ചിലപ്പോൾ ഇവർക്കുണ്ടാവും. അതെ, ഓപ്ഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതെ. അപ്പോൾ ഡ്രഗ് മാനുഫാക്ചറേഴ്സിന് ഒരു സിംഹഭാഗം പങ്കുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ലോ ആവാനുള്ള കാരണം ബാക്കിയുള്ള മരുന്നുകൾ വെക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇതിങ്ങനെ ഒരു വാക്സിൻ അടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഈ രോഗം പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയ മരുന്നുകളും ഇതിലുള്ള പ്രോഫിറ്റും ഒക്കെ ഇല്ലാതെയാവും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഹ്യൂമനായ ഒരു അപ്രോച്ച് അതിലുണ്ടെന്ന് വെക്കുമ്പോൾ തന്നെ ഇനി ആ എക്സ്ക്യൂസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ AI വെച്ചിട്ടുള്ള റിസർച്ചിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടെന്ന്. അതെന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ചോദ്യങ്ങൾ ഗവൺമെന്റോ അല്ലെങ്കിൽ ആളുകളോ അത് ചോദിച്ചു തുടങ്ങും. തീർച്ചയായിട്ടും. അപ്പോൾ ആ മേഖലയിലുള്ള ഗവേഷണങ്ങൾക്കൊക്കെ സ്പീഡ് കൂടും. അതിനൊരു റിസൾട്ടും വളരെ ഇതായിട്ട് കിട്ടും. അപ്പം ഇതൊരു മറ്റൊരു യൂസ് കേസ്. ഇനി ഇതേമാതിരി തന്നെ കൺട്രോൾഡ് ഡ്രഗ്സ്, കൺട്രോൾഡ് സബ്സ്റ്റൻസസ്. ഇപ്പോൾ ചില ന്യൂറോളജിക്കൽ മരുന്നുകളൊക്കെ ഹാപ്പിനെസ് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതുണ്ട്. ഈ കൺട്രോൾഡ് മെഡിക്കേഷൻസ് എല്ലാം ഫാർമസീസിൽ നിന്ന് മാനുവലി കൂട്ടി വെച്ചൊരു ഇതെന്നാണ് ചെയ്യുന്നത്. പിന്നെ നാളെ വരുമ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു ഡാറ്റയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അവർക്ക് ഉണ്ടാവുന്നത് എത്ര ആൾക്കാർ ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എത്ര ആൾക്കാർക്ക് ഇത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ള അറിയാൻ പറ്റും. അതനുസരിച്ചുള്ള മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. എക്സസ് ഡ്രഗ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാർക്കറ്റിലേക്ക് ഒഴുകുന്ന എക്സസ് ഡ്രഗ്സ് കംപ്ലീറ്റ് ഓട്ടോമേഷനിലേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമുക്ക്. അല്ല, ഇപ്പൊ അത് മാനുവലി കൺട്രോൾഡാ. ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ 10,000 ഗുളികയാണെങ്കിൽ 10,000 ഗുളിക ഉണ്ടാക്കും. അപ്പൊ ഈ 10,000 ഗുളിക ഉണ്ടാക്കുന്ന സോഴ്സിലാണ് ഈ പ്രശ്നം വരുന്നത്. 10,000 ഗുളികക്കുള്ള ആവശ്യക്കാരുണ്ടോന്നുള്ള അറിയില്ലല്ലോ. ആവശ്യക്കാരുണ്ടാക്കും. അതാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടെ കൺട്രോൾഡ് ആയിട്ട് നമുക്കത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇത് ലാബ് ടെസ്റ്റിന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഈ സ്ത്രീക്കോ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെയൊക്കെ പറ്റി ലൈഫ് ഫൗണ്ടൻ അങ്ങനെ എന്തോ ഒരു കമ്പനി ഉണ്ട് നമ്മുടെ US. വേറെ ഒന്നുമില്ല, ഒരു ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് മാത്രമാണ്. പക്ഷേ 360 ഡിഗ്രി ബോഡി സ്കാനും എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് AI അൽഗോരിതത്തിലേക്ക് ഈ ഡാറ്റ ഫീഡ് ചെയ്ത് കൊടുക്കും. അൽഗോരിതം പറയും യു ആർ പ്രോൺ ടു ക്യാൻസർ, യു ആർ പ്രോൺ ടു ഡയബറ്റീസ്. ഡയബറ്റീസിൽ type 2 ആണ്, type 3 ആണ്, അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞുതരും. ഇത് വരുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോ നമ്മളൊരു ഡോക്ടർ കാണുന്നതിന് മുൻപ് നമുക്ക് അറിയാൻ പറ്റും എന്നല്ലേ പറയുന്നത്? അതെ. ഇത് പ്രൈവറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ടെസ്റ്റുകളാണ്. ഇത് പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ്. അത് ബേസ് ചെയ്തിട്ട്, ആ റിപ്പോർട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മെഡിക്കൽ ഒപ്പീനിയൻ എടുക്കാൻ പറ്റും. ഒരു AI ഡോക്ടർ. അതെ, ഒരു AI ഡോക്ടർ എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന മാതിരിയാണ് അതെല്ലാം. വസ്തുതകളായിട്ട് തന്നെ വന്നോളണമെന്നില്ല.
ഇപ്പോഴും പ്രസിഷനിലേക്ക് ആ ആയിട്ടില്ല. പ്രിസിഷൻ വന്നിട്ടില്ല. വന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഹെൽത്ത് കെയർ ഒക്കെ ആകുമ്പോൾ ഒരുപാട് കാലം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ആക്യുറസി നോക്കിയതിന് ശേഷം മാത്രമേ ഇത് കമേഴ്ഷ്യലി വയബിൾ ആയിട്ട് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ആ ഒരു ഇത്, പിന്നെ ആളുടെ ബോഡി ടൈപ്പ് വെച്ചിട്ട് ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, ഇതെല്ലാം എഐക്ക് സാധിക്കുന്ന യൂസ് കേസസാണ്. ഓക്കെ. ഇപ്പോൾ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ എത്ര ആൾക്കാരുണ്ട്. ഇപ്പോൾ കോവിഡ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ ചുരുക്കം ആൾക്കാർക്ക് അറിയാവുന്നൊരു കേസാണ്. കോവിഡ് സ്പ്രെഡ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഗൂഗിൾ അൽഗോരിതമാണ്. ഗൂഗിൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ USA ഒരു മാപ്പ് ഉണ്ടാക്കി. USA മാപ്പ് ഉണ്ടാക്കിയിട്ട് ക്രിട്ടിക്കൽ ഫെസിലിറ്റീസിൽ എത്ര പേര് അഡ്മിറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് റെക്കോർഡ് ഇവർക്ക് ആക്സസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരിതിനെ വിഷ്വലൈസ് ചെയ്തു. വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഇന്ന ഏരിയയിലുള്ള ഹോസ്പിറ്റലുകളിൽ ബെഡില്ല, അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് ബെഡ്സ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ലെഡ് ടു എ ബെറ്റർ പ്ലാനിങ്. ആദ്യത്തെ ഒരു 6 മാസം, ആദ്യത്തെ ഒരു 6 മാസത്തോളം ഭയങ്കര ബുദ്ധിമുട്ടിയതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണെന്നുള്ളത് ഓർക്കണം. അമേരിക്ക പോലും മുട്ടുമടക്കി പോയ ഒരു സംഭവമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അതിന് ഈ AI ബേസ്ഡ് ഗൂഗിളിന്റെ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് പബ്ലിക്കിന് ആക്സസ് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ലൈഫ് സേവിങ് സാധനങ്ങളുണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഉപരി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ്സ്. ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ചെയിനാണെന്ന് വിചാരിക്കുക. അവരൊരു പുതിയ ടെസ്റ്റ് അല്ലെങ്കിൽ പുതിയൊരു മെഷീനറി കൊണ്ടുവന്നു, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും മെഡിക്കൽ ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ നോളജ് അസസ് ചെയ്യണം. ഓക്കെ. സോ AI ബേസ്ഡ് ടെസ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ എ പീരിയോഡിക് ലെവൽ ഇവരുടെ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് എത്ര കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പം എല്ലാ ദിവസവും ബ്ലഡ് ഡ്രോ ചെയ്യണമെന്നില്ല ഒരാൾ, പക്ഷെ ചെയ്യേണ്ടി വന്നാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ അടിമുടി ഒരുപാട് യൂസ് കേസസ് ഉള്ളതാണ് ഹെൽത്ത് കെയറിൽ. യുനോ ഹൗ ടു ബി ഗ്രോയിങ് അപ്പ് സേഫ്, ഹൗ ടു ഹാവ് എ ബാലൻസ്ഡ് ഡയറ്റ്. അതുപോലെ കസ്റ്റമർ സർവീസും നമുക്ക് അല്ല, അതിപ്പോ നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞ മാതിരി തന്നെ കസ്റ്റമർ സർവീസിന് ഒരു പറ്റം യൂസ് കേസസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ചെറിയൊരു യൂസ് കേസസ് ഇതിന്റെ ബേസിസിൽ, അതായത് ഹെൽത്ത് കെയറിന്റെ ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക്ഡ് ആണെങ്കിൽ പോലും നാടുകളിലൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ വെയിറ്റിംഗ് ആണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ. അത് എൻറ്റയർലി ഈസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ലാക്ക് ഓഫ് എഫിഷ്യൻസി ഇൻ ദ സിസ്റ്റം. അപ്പോൾ AI ബേസ്ഡ് ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ, താങ്കൾ വിളിച്ചു, നീ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നീ ബുക്ക് ചെയ്ത അപ്പോയിന്റ്മെന്റ് എടുത്ത ഡോക്ടറിന്റെ കലണ്ടറിൽ അത് അപ്ഡേറ്റഡ് ആണ്. ഓട്ടോമാറ്റിക്കലി നിന്റെ മെഡിക്കൽ റെക്കോർഡ്സ്, ഇഫ് യു ആർ എ പ്രീവിയസ് പേഷ്യൻറ്റ്, ആ മെഡിക്കൽ റെക്കോർഡ്സും ഡോക്ടറിന് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നീ ചെല്ലുമ്പോൾ നിനക്ക് ചിലപ്പോൾ മരുന്ന് മാത്രമേ വേണ്ടി വരുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് ഫുൾ ഡയഗ്നോസിസ് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഇതിനൊരു പ്രീ പ്ലാൻഡും വളരെ എഫിഷ്യൻറ്റും ആയിട്ടുള്ള ഒരു മെത്തഡ് കൊണ്ടുവരണം. അത് ഹ്യൂമൻസിനെ കൊണ്ട് പോസിബിൾ അല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസ് നീഡ് ബ്രേക്ക്. ഹ്യൂമൻസ് ഗെറ്റ് ടണൽ വിഷൻ. ടണൽ വിഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ജോലി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒന്നിലും ഫോക്കസ് ഉണ്ടാവില്ല, ചുറ്റുള്ളൊന്നും കാണില്ല, ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വിഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ മനുഷ്യനുണ്ട്, സിസ്റ്റംസിന് അതില്ല. അപ്പോൾ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് വരുന്ന ആൾ ആരാണെന്നും അയാളുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണെന്നും അറിയാന്നുണ്ടെങ്കിൽ അയാൾ വരുന്ന കാര്യം മാത്രം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഡോക്ടേഴ്സിന്റെ അടുത്തുള്ള ഈ ലീഡ് ടൈം ഇല്ലേ, ഒരു രോഗിക്ക് വേണ്ട വിസിറ്റിന്റെ ടൈം നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു ഡോക്ടർ ഇതേമാതിരി തന്നെ ലാബ് ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 ആളെ എൻഗേജ് ചെയ്യുന്ന ഡോക്ടർ ആണെങ്കിൽ അയാൾക്ക് അത് നമ്പർ കൂട്ടി, അതെ, ഒബ്വിയസ്ലി 20-25 റവന്യൂ മാത്രമല്ല നമ്മൾ പറയുന്നത് ഇതുകൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്.
ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ ആൾക്കാർ വയ്യാതെ കാഷ്വാലിറ്റിയിൽ ചെന്നിട്ട് അഡ്മിറ്റ് ആവാൻ പറ്റാത്ത സ്ഥിതിവിശേഷങ്ങളുണ്ട്. അതെ, മാത്രമല്ല കാഷ്വാലിറ്റിന്ന് റെഫർ ചെയ്തിട്ട് വെയിറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ ഒട്ടുമിക്ക ഹോസ്പിറ്റൽ ഭീകരമല്ലേ? ഭീകരമാണ്. അതെ ഭയങ്കരമാണ്. അതെ അതെ. അപ്പോൾ അതെല്ലാം മാറ്റാൻ നമുക്ക് AI ഒരു പരിധി വരെ, ഒരു പരിധിയല്ല, നല്ല പരിധി വരെ സഹായിക്കും. അതിൽ വേറെ ഡൗട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള യൂസ് കേസസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഇതിനെപ്പറ്റി വായിക്കുന്ന ആളാണ്, ചില കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ എനിക്ക് അത്യാവശ്യം ഒരു ധാരണ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്.